വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് ബുക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക് രണ്ട് രീതിയിലുണ്ട്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാഷ് ബുക്ക് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളത് നമുക്ക് നോക്കിക്കാം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കോളം മാത്രമാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ രണ്ട് എമൗണ്ട് കോളം വരും, ക്യാഷും ബാങ്കും രണ്ട് കോളമായിട്ട് എമൗണ്ട് കോളം വരും. ഈ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഫോർമാറ്റിലാണ് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാവുക. സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് എമൗണ്ട് കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് ബാങ്ക് അക്കൗണ്ടും. രണ്ടും നമ്മൾ ഒരേ ലെഡ്ജറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്യാഷ് ബാങ്ക് സെപ്പറേറ്റ് രണ്ട് ലെഡ്ജർ അക്കൗണ്ട് ആക്കുന്നത്, രണ്ടും നമ്മൾ ഒരേ ലെഡ്ജർ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണോ വരിക അതാണ് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ക്യാഷ് പോകുന്നതൊക്കെ പേയ്മെന്റ് സൈഡിൽ കാണിക്കും, ക്യാഷ് വരുന്നതൊക്കെ റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ പേയ്മെന്റ് സൈഡിലാണ്, റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ക്യാഷ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളത് പേയ്മെന്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇനി അതേസമയം നമ്മുടെ ബാങ്കിൽ നിന്നാണ് നമ്മുടെ ക്യാഷ് പോകുന്നതെങ്കിൽ, അതായത് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് എവിടുന്നാ പോവുക, ബാങ്കിൽ നിന്നാണ് പോവുക, അപ്പോൾ നമ്മളത് ബാങ്ക് കോളത്തിൽ കാണിക്കാം. അതേപോലെ തന്നെ ക്യാഷ് വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ നമ്മൾ ഇവിടെ റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ കാണിക്കാം. ഇത്ര മാത്രമേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. വൺസ് അഗൈൻ റിപ്പീറ്റ്. എന്താണ് പറയുന്നത്, ക്യാഷ് പോകുന്നതാണെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ എമൗണ്ട് കാണിക്കാം, ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നതെങ്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കാം. അതേപോലെ റെസിപ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ എമൗണ്ട് കാണിക്കാം, ബാങ്കിലേക്കാണ് നമ്മുടെ ക്യാഷ് വരുന്നതെങ്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സൈഡിലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് എഴുതേണ്ടതായ ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതായത് ബാങ്കും ക്യാഷും തമ്മിൽ വരുന്ന ഇടപാടുകൾ, ഇത് നമ്മൾ രണ്ട് സൈഡിലും കാണിക്കണം. ഇതിനെ നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് വിളിക്കുക. അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഈ എൻട്രി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചു, ബാങ്കിലേക്ക് പൈസ ഇട്ടു അല്ലെ, ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഇട്ടു, നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ് വരിക, ബൈ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, ബൈ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ബാങ്ക് കോളത്തിലും എമൗണ്ട് കാണിക്കണം, ക്യാഷ് കോളത്തിലും എമൗണ്ട് കാണിക്കണം. കാരണം ബാങ്കിലേക്ക് പൈസ വരികയാണ്, അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കണം. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, സോ പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന എൻട്രീസിന് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയും. രണ്ട് എൻട്രികളാണ് കോൺട്രാ എൻട്രി ആയിട്ട് വരിക. ഒന്ന് നമ്മൾ ബാങ്കിലേക്ക് അങ്ങോട്ട് പൈസ ഇടുന്നത്, രണ്ട് ബാങ്കിൽ നിന്ന് നമ്മൾ ബിസിനസ് ആവശ്യത്തിന് പൈസ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നിക്ഷേപിക്കുന്നതും ഇങ്ങോട്ട് എടുക്കുന്നതും നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് പറയാം. അത് രണ്ട് സൈഡിൽ കാണിക്കണം. അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ്, നേരത്തെ കാണിച്ച ഫോർമാറ്റ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിനകത്ത് ഒന്ന് എഴുതി വരച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഇതാണ് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2017 സെപ്റ്റംബർ 1 തീയതിയിലെ കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ പോലെ ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ ആൻസർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2017 സെപ്റ്റംബർ 1 തീയതിയിലെ ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. 42,000 രൂപ, 15,000 രൂപ. അതേപോലെ തന്നെ നമ്മൾ 4 തീയതി പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക് കൊടുത്തിട്ട് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു 12,000 രൂപയ്ക്ക്. ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് ബാങ്കിൽ നിന്നാണ് പൈസ പോവുക. ചെക്ക് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ ഒക്കെ ബാങ്കിൽ നിന്നാണ് പൈസ പോവുക. നെക്സ്റ്റ് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് വിറ്റു. നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് മെഷീനറി നമ്മൾ വാങ്ങിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബാങ്കിൽ നിന്ന് പൈസ പോകുന്നത് കൃത്യമായിട്ട് ചെക്ക് അതല്ലെങ്കിൽ ബാങ്ക് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് കിട്ടി. ഡെപ്പോസിറ്റ് സെയിം ഡേ, ആ ദിവസം തന്നെ നമ്മളത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബാങ്കിലേക്ക് കാണിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മരിയാല ഇൻ ക്യാഷ്. മരിയാല എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നമ്മൾ ക്യാഷ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ് സ്റ്റേഷനറി ബൈ ചെക്ക് കൊടുത്ത് നമ്മൾ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. അതേപോലെ തന്നെ ചെക്ക് ഗിവൺ ടു രോഹിത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് കൊടുത്തു, ക്യാഷ് ബാങ്കിൽ നിന്ന് പോകും. നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് എടുത്തു. ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് എടുക്കുമ്പോൾ അത് കോൺട്രാ എൻട്രി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോൺട്രാ എൻട്രി ആണ്, നോട്ട് ചെയ്യാം.
നെക്സ്റ്റ് എന്താണ് വരുന്നത്? റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. നമ്മൾ ചെക്ക് കൊടുത്തിട്ട് റെന്റ് അടച്ചു. നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് സാലറി. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ആദ്യം ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാം. മുകളിൽ ഹെഡിങ് കൊടുക്കുക ക്യാഷ് ബുക്ക് ഡബിൾ കോളം. അതിനുശേഷം ഡേറ്റ്, റെസിപ്റ്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക്. ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞ രണ്ട് എമൗണ്ടുകളും കാണിക്കാം. ഡേറ്റ്, പേയ്മെന്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക് രണ്ട് എമൗണ്ടുകളും കാണിക്കാം. ഓക്കെ ആണല്ലോ. നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കി വെക്കാം. 2017 സെപ്റ്റംബർ 1-ാം തീയതിയിലെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്ക് ആദ്യം ഉള്ളത്. ബാങ്കിന്റെ ബാലൻസ് ഉണ്ട്, ക്യാഷിന്റെ ബാലൻസ് ഉണ്ട്. ബാലൻസ് നമ്മൾ എപ്പോഴും ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ 2017 സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ ബാലൻസ് ബി ബാർഡി എന്ന് പറഞ്ഞ് കാണിക്കാം. ബാലൻസ് ബി ബാർഡി. ക്യാഷ് ബാലൻസ് ആദ്യം എഴുതാം. ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുള്ളത് 15,000 ആണ്. സോ 15,000 ക്യാഷ് കോളത്തിൽ കാണിക്കാം. 42,000 ആണ് ബാങ്ക് ബാലൻസ് ഉള്ളത്. അത് ബാങ്ക് കോളത്തിൽ കാണിക്കാം. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കുക. അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക്. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണല്ലോ. സോ പേയ്മെന്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് എന്നാണ് എഴുതുന്നത്. സോ 2017 സെപ്റ്റംബർ 4-ാം തീയതി ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് എന്നാണ് എഴുതുന്നത്. പർച്ചേസ്. ഇനി നോക്കേണ്ടത് ക്യാഷ് കൊടുത്തിട്ടാണോ ചെക്ക് കൊടുത്തിട്ടാണോ? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് നമ്മുടെ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ആണെങ്കിൽ നമ്മൾ ഏത് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്? ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്? 12,000 രൂപയ്ക്കാണ്. സോ ബാങ്ക് കോളത്തിൽ നമ്മൾ 12,000 എമൗണ്ട് കാണിക്കും. ക്ലിയർ ആണല്ലോ. ബാങ്ക് കോളത്തിൽ 12,000 എമൗണ്ട് കാണിക്കാം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കി നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് നമ്മൾ ക്യാഷിന് വിറ്റു. വിൽക്കുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ. സോ ഇവിടെയാണ് കാണിക്കേണ്ടത്. ഡേറ്റ് വരുന്നത് 8-ാം തീയതിയാണ്. 8-ാം തീയതി നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കാം. സെയിൽസ് ക്യാഷിനാണ് വിറ്റത്. സോ ക്യാഷ് കോളത്തിൽ കാണിക്കാം. ചെക്കിനാണെങ്കിലോ ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. സോ ഇവിടെ ക്യാഷിനാണ് വിറ്റത്. സോ നമ്മൾ ക്യാഷ് കോളത്തിൽ കാണിക്കാം 6,000. നെക്സ്റ്റ് എന്താണ് വരുന്നത്? പർച്ചേസ്ഡ് മെഷീനറി. മെഷീനറി വാങ്ങിച്ചു. ക്യാഷ് ബാങ്ക് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്യാഷ് ട്രാൻസാക്ഷനിൽ കാണിക്കണം എന്ന് പറഞ്ഞത്. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോവാണ്. പേയ്മെന്റ് സൈഡിൽ കാണിക്കുക മെഷീനറി. ഡേറ്റ് വരുന്നത് 13-ാം തീയതി. മെഷീനറി ക്യാഷിനാണ് 5,500 കാണിക്കുക. 5,500. നെക്സ്റ്റ് എന്താണ് വരുന്നത്? സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് എ ചെക്ക്. നമ്മൾ ഗുഡ്സ് വിറ്റു, ചെക്ക് കിട്ടി. ചെക്ക് കിട്ടിയത് മാത്രമല്ല ആ ചെക്ക് നമ്മൾ അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് കാണിച്ചാൽ മതി. സെയിൽസ് ആണ്. സോൾഡ് ഗുഡ്സ് ആയതുകൊണ്ട് സെയിൽസ് ആണ്. റെസിപ്റ്റ് സൈഡ് നമ്മൾ സെയിൽസ് എമൗണ്ടോടെ കാണിക്കുക. ബാങ്ക് കോളത്തിൽ കാണിക്കുക 16,000. ഓക്കെ ആണല്ലോ. സോറി, എമൗണ്ട് മാറിപ്പോയി. 16,000 അല്ല, 4,500. എമൗണ്ട് കോളത്തിൽ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കാം 4,500. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ മലയാള ഇൻ ക്യാഷ് 17,400. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്യാഷിലാണ് അല്ലെ. ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ഡേറ്റ് 17-ാം തീയതി. പർച്ചേസ് ക്യാഷ് കോളത്തിൽ കാണിക്കാം. എമൗണ്ട് 17,400. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് സ്റ്റേഷനറി ബൈ ചെക്ക്. 20-ാം തീയതി നമ്മൾ സ്റ്റേഷനറി വാങ്ങിച്ചു. ചെക്ക് കൊടുത്തിട്ടാണ് സ്വസതിക്ക് ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. 20-ാം തീയതി സ്റ്റേഷനറി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റേഷനറി ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത് 1,100. കാരണം എന്താണ്? ചെക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ചെക്ക് ഗിവൺ ടു രോഹിത്. രോഹിത്തിന് നമ്മൾ ചെക്ക് കൊടുത്തു. രോഹിത്തിന് ചെക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് പോവാണ്. സോ ക്യാഷ് പോകുമ്പോൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കാം 24-ാം തീയതി. രോഹിത് നമ്മൾ ചെക്ക് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കാം 1,500. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ് വരുന്നത്?
ക്യാഷ് വിത്ഡ്രോ ഫ്രം ബാങ്ക് കോൺട്രാ എൻട്രി ആണ് അല്ലെ. സോ കോൺട്രാ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കിക്കാം. ക്യാഷ് വിത്ഡ്രോ ഫ്രം ബാങ്ക് നോക്കിയേക്കാം. ക്യാഷ് വിത്ഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പൈസ പോകുന്നു. അപ്പൊ എവിടേക്കാണ് പൈസ വരുന്നത്? ക്യാഷിലേക്കാണ് പൈസ വരുന്നത്. അപ്പൊ പൈസ വരുന്നത് നമ്മൾ ആദ്യം കാണിക്കാം. ക്യാഷിലേക്കാണല്ലോ പൈസ വരുന്നത്. സോ നമ്മൾ ക്യാഷ് കോളത്തിന് എമൗണ്ട് എഴുതാം. ക്യാഷ് കോളത്തിന് 2500 എന്ന എമൗണ്ട് എഴുതാം. ക്യാഷ് കൂടും, അതുകൊണ്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ റെസിപ്റ്റ് എഴുതാം. 2500 എമൗണ്ട് എഴുതാം. അതിന് നേരെ ഒരിക്കലും നമുക്ക് ക്യാഷ് എന്ന് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ നിങ്ങൾ എന്താ എഴുതാം? ബാങ്കിന് എഴുതാം. അതിന് നേരെ നിങ്ങൾ ബാങ്കിന് എഴുതാം. ഇത് കോൺട്രാ എൻട്രി ആണെന്ന് അറിയാൻ വേണ്ടി ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നിങ്ങൾ കോൺട്രാ എന്ന് മാർക്ക് ചെയ്യുക. അതായത് സി എന്ന് മാർക്ക് ചെയ്യുക. ലെഡ്ജർ ഫോളിയോ കോളത്തില് സി എന്ന് മാർക്ക് ചെയ്ത് കോൺട്രാ എൻട്രി ആണെന്ന് അറിയാൻ വേണ്ടിട്ടോ. അതിന്റെ ഡേറ്റ് വരുന്നത് 27-ാം തീയതിയാണ്. സോ 27-ാം തീയതി നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് വരികയായതുകൊണ്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ എമൗണ്ട് കാണിച്ചുകൊണ്ട് നേരെ ബാങ്ക് എന്ന് എഴുതി. ഇനി ഇതേ സാധനം ബാങ്കിൽ നിന്ന് പോവല്ലേ. സോ ബാങ്കിൽ നിന്ന് ക്യാഷ് പോവായതുകൊണ്ട് ബാങ്ക് കോളത്തിൽ നിങ്ങൾ അതേ എമൗണ്ട് കാണിക്കുക 2500. അതിന് നേരെ നിങ്ങൾ 27-ാം തീയതി ബാങ്ക് കോളത്തിന് നേരെ നിങ്ങൾ ക്യാഷ് എന്ന് എഴുതുക. ഇവിടെയും നമ്മൾ കോൺട്രാ എന്ന അടയാളത്തിൽ സി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ക്യാഷ് വരികയാണ്. ക്യാഷ് അക്കൗണ്ട് ബാങ്കിൽ നമ്മൾ പൈസ എടുക്കുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്. ക്യാഷ് കൂടും. സോ ക്യാഷ് കോളത്തിൽ എമൗണ്ട് കാണിക്കാൻ നേരെ ബാങ്ക് എന്ന് എഴുതാം. ഇനി അങ്ങോട്ട് പൈസ ഇട്ടാണെങ്കിലോ അപ്പൊ ബാങ്കിലാണ് കൂടുക. സോ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കാൻ നേരെ ക്യാഷ് എന്ന് എഴുതാം. ഇതാണല്ലോ. ഇത്രയുള്ള കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് കൂടുന്നത് നോക്കുക. ആ അക്കൗണ്ട് റെസിപ്റ്റ്സ് എഴുതുക. എവിടുന്നാണോ പൈസ പോകുന്നത് ആ അക്കൗണ്ടിൽ പേയ്മെന്റ്സ് എഴുതുക. ക്ലിയർ ആണല്ലോ. ഇനി വരുന്ന എന്താണ്? റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. റെന്റ് കൊടുത്തു. റെന്റ് നമ്മൾ 30-ാം തീയതി റെന്റ് കൊടുത്തു. റെന്റ് ചെക്ക് വഴിയാണ് കൊടുത്തത്. ബാങ്ക് കോളത്തിൽ കാണിക്കുക റെന്റ്. സോ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നേ. ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ എമൗണ്ട് 10,000 ആയിരുന്നു. എമൗണ്ട് മാറിക്കൊണ്ടാ നോക്കുക. അപ്പൊ 10,000 ആയിരുന്നു എമൗണ്ട്. സോ 10,000 എന്ന് എഴുതാം. ഇവിടെ എമൗണ്ട് 10,000 ആകും. ഇവിടെ എമൗണ്ട് നമ്മൾ 10,000 ആണ്. സോ റെന്റിന്റെ എമൗണ്ട് ആയിരുന്നു 2,500. 2,500 റെന്റിന് നേരെ 2,500 എമൗണ്ട് കാണിക്കും. സോ റെന്റിന്റെ എമൗണ്ട് ആയിരുന്നു 2,500. നമ്മൾ റെന്റിന് നേരെ കാണിക്കാം. അതേപോലെ തന്നെ സാലറി കൊടുത്തിട്ടുണ്ട്. സാലറി ക്യാഷിനാണ് കൊടുത്തത്. സാലറി എത്രയായിരുന്നു? 3,500 ക്യാഷ് കോളത്തിൽ കാണിക്കും. ഇത്രയുള്ളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ള പണി. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യണം. സാധാരണ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഒക്കെ ബാലൻസ് ചെയ്ത പോലെ തന്നെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ 2 എമൗണ്ട് കോളം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് താഴെയായിട്ട് ക്ലോസ് ചെയ്യുക. 2 സൈഡും ഒരേ ലെവലിൽ ക്ലോസ് ചെയ്യുക. സ്കെയിൽ വെച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ 2 സൈഡും റഫ് ആയിട്ട് ടോട്ടൽ ചെയ്യാം. ഏറ്റവുമായി നമുക്ക് ബാങ്ക് കോളം ബാലൻസ് ചെയ്ത് നോക്കാം. ബാങ്ക് കോളം നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2 സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നിങ്ങൾ എന്ത് ചെയ്യാം? റഫ് ആയിട്ട് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് കോളത്തിന്റെ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾക്ക് 46,500 ഇവിടെ 46,500 എന്ന് ടോട്ടൽ കിട്ടും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 22,600 എന്നാണ് ടോട്ടൽ വരിക. അപ്പൊ ഇവിടെയാണ് കൂടുതലുള്ള ടോട്ടൽ നമ്മൾ 2 സൈഡിൽ എഴുതാം. 46,500. 2 സൈഡിൽ നമ്മൾ അതിന്റെ ടോട്ടൽ എഴുതാം. 46,500. ഈ 46,500 ഇവിടുത്തെ ടോട്ടൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബാലൻസ് കിട്ടും. എത്രയാണ് ബാലൻസ്? ബാങ്ക് കോളത്തിൽ നമുക്ക് ബാലൻസ് എമൗണ്ട് ആയിട്ട് 13,900 എന്ന് കിട്ടും. 13,900 നമ്മൾ ബാലൻസ് എമൗണ്ട് ആയിട്ട് മുകളിൽ എഴുതാം. 13,900. അതിന്റെ നേരെ നമ്മൾ ബാലൻസ് എഴുതും. ബാലൻസ്. ഇനി അതേപോലെ തന്നെ ക്യാഷ് കോളോ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക. 2 സൈഡ് നിങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ 31,000 എന്ന് ടോട്ടൽ കിട്ടും. അതിനായിരിക്കും കൂടുതൽ വരിക. അപ്പൊ 2 സൈഡിൽ 31,000 എന്ന് എഴുതാം. ഇവിടെയും നമ്മൾ 31,000 ടോട്ടൽ കാണിക്കാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരും? ബാലൻസ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് 10,100 എന്ന് ബാലൻസ് കിട്ടും. 10,100. ഇത്രയുള്ള ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് പൈസ പോവാണെങ്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കാം. ക്യാഷിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ക്യാഷ് കോളത്തിൽ കാണിക്കാം. ഇത്ര മാത്രമേ